അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നോമ്പ് തുറക്കുമ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പീനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. എണ്ണ വല്ലാതെ യൂസാക്കാത്തവർക്കും എണ്ണ ഉപയോഗിച്ചിട്ടുള്ളതും 2 തരം ഐറ്റംസേ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി, അതുപോലെ 2 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ നന്നായിട്ടൊന്ന് ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഓൾറെഡി ചിക്കന് പൊരിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഏത് വെച്ചിട്ടായാലും ചെയ്യട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളതിലേക്ക് പച്ചമുളക്, മല്ലിച്ചപ്പ്, കരിവേപ്പിൻ്റെ ഇല, ഇത് 3 കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനിൽ ഉപ്പുള്ളതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സോയാ സോസ് ഉണ്ടെങ്കിൽ അതും ഒഴിച്ച് കൊടുക്കാം, ഓപ്ഷണലാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ലാസ്റ്റാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ്. ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി തക്കാളി. മറ്റേ ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടാം. അതിനുശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും അത് കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് വേവിച്ചുകൊണ്ട് ഇതിൽ ഇട്ടാലും മതി. ഞാനിപ്പം മുളക് പൊടിയൊക്കെ ഇട്ട് ജസ്റ്റ് പൊരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിക്കുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ബ്രെഡ് ഒന്ന് ആവിയിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുകയാണ്. എന്നാൽ നമുക്ക് പൊട്ടാതെ നല്ല ഇതിൽ കിട്ടുള്ളൂ. ചൂടോടെ തന്നെ ഇങ്ങനെ ചെയ്യണം. അതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് കത്തി കൊണ്ടോ എന്തെങ്കിലും ജസ്റ്റ് സെൻറ്റർ ഒന്ന് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, മൈദ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താലും കുഴപ്പമില്ല. ചൂടോടെ ആകുമ്പം ഇത് സെറ്റായി കിട്ടും. അപ്പം അങ്ങനെ ഞാൻ എല്ലതും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുക്കാഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ആകുമ്പം അത് പൊട്ടിപ്പോവുകയും ചെയ്യില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ എല്ലതും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ചീസ് ഉണ്ടല്ലോ, ഏത് ചീസായാലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊന്ന് എന്താ പറയുക എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ, ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിനകത്തൊന്ന് കുക്കായി കിട്ടും. ഓയിലില്ലാതെ, ഓയിലധികം ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ വല്ലാതെ എണ്ണക്കടികളൊന്നും തിന്നാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ബ്രെഡ് വെച്ചിട്ട് തന്നെ ഒരു കട്ട്ലേറ്റ് പോലത്തെ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ ആവിയിൽ ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടോടെ വേണം, നല്ല ചൂടിൽ വേണം അതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ജസ്റ്റ് സെൻറ്ററിലൊന്ന് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നല്ലോണം ചൂടുള്ള അപ്പം സ്റ്റീം ചെയ്തെടുത്തേക്കുന്ന ബ്രെഡ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും നല്ല അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് റൗണ്ടിലൊന്ന് ആക്കിയെടുക്കുക കേട്ടോ. ജസ്റ്റ് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇപ്പം നമുക്ക് നല്ല അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് സ്റ്റീം ചെയ്തതായതുകൊണ്ട് ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്.
എന്നിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യുക, മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം ഒരു കോട്ടിങ്ങായിട്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഇപ്പം ഇത് വെച്ചിട്ടാണ്, മൈദ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ വെള്ളം പാർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടൈറ്റിലല്ല, നല്ല ലൂസ് പോലെയാണ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടൈറ്റ് ആവണ്ട. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഓപ്ഷണലാണ്, ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മൈദയിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ അത് നല്ലോണം പൊതിർന്നെടുക്കാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ പിന്നെ പൊട്ടിപ്പോകും. എന്നിട്ട് ഈ ബ്രെഡിലൊന്ന് മുക്കിയിട്ട് നമ്മളിത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ഇതാക്കിയെടുക്കുക. അഥവാ സൈഡൊന്ന് പോരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മൈദ വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ടൊരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഓയിൽ എന്താണെന്ന് വെച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മളുടെ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഈ ഒരു സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ മസാല ഇതിലേക്കുള്ള കൂട്ട് ഏത് രൂപത്തിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചിക്കൻ വെച്ചിട്ടോ എന്ത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വെജിറ്റബിൾസ് വെച്ചിട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.